ലാബ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് 3 ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചെയ്യാനുള്ളത്. പി എൻ ജംഗ്ഷന്, സെനർ ഡയോഡ്, LED ക്യാരക്ടറിസ്റ്റിക്സ്. പി എൻ ജംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോർവേഡ് ബയാസിങ് മാത്രം ചെയ്താൽ മതി. സെനർ ഡയോഡിൻ്റെ ഫോർവേഡ് ബയാസിങ്ങും ചെയ്യണം, അതോടൊപ്പം തന്നെ റിവേഴ്സ് ബയാസിങ്ങും ചെയ്യണം. LED ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഫോർവേഡ് ബയാസിങ് മാത്രം ചെയ്താൽ മതി. പക്ഷേ 3 കളർ LED നമ്മൾ ചെയ്യണം. ഇനി എല്ലാത്തിൻ്റെയും സ്റ്റാറ്റിക് റെസിസ്റ്റൻസും അതോടൊപ്പം തന്നെ ഡൈനാമിക് റെസിസ്റ്റൻസും നമുക്ക് കണ്ടുപിടിക്കണം. ഇനി ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ, ഇപ്പോൾ ഏത് ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിലും ഫിഗർ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. എന്തൊക്കെയാണുള്ളത്? ഒരു പവർ സപ്ലൈ ഉണ്ട്, ദെൻ ഒരു റിയോസ്റ്റാറ്റ്, ദെൻ അതിൻ്റെ വേരിയബിൾ പോയിൻ്റിൽ നിന്ന് നമ്മൾ ഏത് ഡയോഡാണെങ്കിൽ ആ ഡയോഡ്, ദെൻ പിന്നെ ഉള്ളത് ഈ 3 ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് നമുക്ക് ചെയ്യാനുള്ളത് മില്ലി ആംബിയർ വെച്ചാണ് ചെയ്യുന്നത്. അപ്പം മില്ലി ആംബിയർ നോക്കിക്കോണം. 0 to 100 മില്ലി ആംബിയർ ഉള്ള മില്ലി ആംബിയർ വേണം നമ്മൾ എടുക്കാനായിട്ട്. ദെൻ ഒരു റെസിസ്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റൻസ് നമ്മൾ നോർമലി നമ്മൾ 220 ഓം ആണ് നമ്മൾ എടുക്കുന്നത്. 220 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ബ്രൗൺ എന്നുള്ളത്. ഇനി അതല്ല 330 ആണെന്നുണ്ടെങ്കിൽ ഓറഞ്ച് ബ്രൗൺ എന്നുള്ളത് വേണം എടുക്കാൻ. ദെൻ ഇതിൻ്റെ സൈനുകൾ നിങ്ങളെപ്പോഴും വരയ്ക്കുന്ന കാര്യം ഓർത്തോണം. ദെൻ ഇവിടെ നമ്മൾ മൾട്ടിമീറ്റർ യൂസ് ചെയ്തിട്ടുള്ള വോൾട്ടിമീറ്റർ വേണം നമ്മൾ എടുക്കാനായിട്ട്. മൾട്ടിമീറ്റർ യൂസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമിൻ്റെ അവിടെ ബ്ലാക്കും വോൾട്ടേജിൻ്റെ അവിടെ റെഡും ആണോ എന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ വോൾട്ടേജ് ഇടേണ്ട എവിടെയാണ്? വി ഇങ്ങനെ ഒരു സൈൻ ഉണ്ട്, അതാണ് ഡി സി വോൾട്ടേജിൻ്റെ 2-ലോ 20-ലോ ഒക്കെ വേണം നമ്മൾ കൊണ്ട് ഇടാനായിട്ട്. ഓക്കെ. അപ്പം ഇനിയും ഈ സെനർ ഡയോഡ് ആണെന്നുണ്ടെങ്കിൽ വ്യത്യാസമൊന്നുമില്ല. എന്താണ്? ഇതാണ് സെനർ ഡയോഡ്. ദെൻ LED ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളിവിടെ LEDയുടെ സിമ്പിൾ വേണം വരയ്ക്കാൻ. ഇനിയും സെനർ ചെയ്യുമ്പോൾ ഉടനെ ഒരു കേസിൽ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ചെയ്യണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ സെനർ ഡയോഡ് നിങ്ങൾ വരച്ചാൽ മതി. ഓക്കെ. അപ്പോൾ സെനർ ഡയോഡ് നിങ്ങൾ തിരിച്ച് വരയ്ക്കുക റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ചെയ്യുമ്പം. ഇനി ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, നിങ്ങൾ ബ്രെഡ് ബോർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രെഡ് ബോർഡ് ഇങ്ങനെയാണ് നമുക്കറിയാം. അപ്പോൾ ബ്രെഡ് ബോർഡിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം പവർ സപ്ലൈ ഇതാണല്ലേ പവർ സപ്ലൈ എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റിലെ പവർ സപ്ലൈ എന്ന് പറയുന്നതിൻ്റെ പോസിറ്റീവ് ഇവിടെ ഞാൻ കണക്ട് ചെയ്തു, നെഗറ്റീവ് ഈ ഒരു പോയിന്റ് കണക്ട് ചെയ്തു. റിയോസ്റ്റാറ്റിൻ്റെ താഴത്തെ, ഇപ്പോൾ റിയോസ്റ്റാറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ റിയോസ്റ്റാറ്റിൻ്റെ താഴെ 2 വയർ കണക്ട് ചെയ്യാനുള്ള പോയിന്റ് ഉണ്ട്, മേളിലുണ്ട്. അപ്പോൾ ഈ താഴത്തെ 2 പോയിന്റ്സിൽ നിന്നുള്ളത് ഇവിടെയായിട്ട് കണക്ട് ചെയ്യുക. മേളത്തെ ഈ പോയിന്റിൽ നിന്നുള്ളത് ഇവിടെ എവിടെയെങ്കിലും കണക്ട് ചെയ്യുക. അവിടെ വേണം എന്ത് വരാനായിട്ട്? ഡയോഡിൻ്റെ ഈ ഒരു പോസിറ്റീവ് വരേണ്ടത്. ഓക്കെ. അവിടെ തന്നെ എന്ത് വരണം? അപ്പോൾ മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവും വരണം. ദെൻ ഡയോഡിൻ്റെ നെഗറ്റീവ് ഇവിടെ കണക്ട് ചെയ്തു, അപ്പോൾ മൾട്ടിമീറ്റർ നെഗറ്റീവ് ഇവിടെ കണക്ട് ചെയ്തു. ദെൻ ഇവിടെ ഉള്ള എന്താണ്? അമ്മീറ്ററിൻ്റെ പോസിറ്റീവ് ഇവിടെ കണക്ട് ചെയ്തു. അമ്മീറ്ററിൻ്റെ നെഗറ്റീവ് വേറൊരു പോയിന്റിൽ കണക്ട് ചെയ്തു. അവിടെ നിന്ന് എന്ത് ചെയ്യണം? നിങ്ങളൊരു റെസിസ്റ്റൻസ് എടുത്തിട്ട് എങ്ങോട്ട് കണക്ട് ചെയ്യണം? ഗ്രൗണ്ടിങ്ങിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ഇത് ഇവിടെ അല്ലേ ഗ്രൗണ്ട് വന്നേക്കുന്നത്, അപ്പോൾ ഇത് തമ്മിലൊരു വയർ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യും. ഇനി 5 എണ്ണത്തിനപ്പുറത്തേക്ക് പോയില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? വയറൊന്നും നിങ്ങൾ കണക്ട് ചെയ്യേണ്ട, ഡയറക്റ്റ്ലി നിങ്ങൾ കണക്ട് ചെയ്യുക. ഓക്കെ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ബ്രെഡ് ബോർഡിലെ കണക്ഷൻസ് ഓക്കെയാണ്. പിന്നെ നമ്മൾ അറിയാം പവർ സപ്ലൈക്കകത്താണെന്നുണ്ടെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും കാണും. അപ്പോൾ പോസിറ്റീവും ഗ്രൗണ്ട്, അപ്പോൾ റെഡും ബ്ലാക്കും ആയിരിക്കും ചിലപ്പം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഈ മൾട്ടിമീറ്റർ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കണം. നിങ്ങൾ ഈ DC ഇട്ടിട്ട് തന്നെ ഒന്ന് ചെക്ക് ചെയ്തേക്കണം ഇത് 5 വോൾട്ട് തന്നെയാണോ എന്ന്. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 5 വോൾട്ട് ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക? റിയോസ്റ്റാറ്റ് മിനിമത്തിൽ നിന്ന് മാക്സിമത്തിലോട്ട് നിങ്ങൾ നീക്കുക. അപ്പം എന്ത് പറ്റണം? ഈ അമ്മീറ്ററിലെ റീഡിങ് ഒരു 20 മില്ലി ആംബിയർ വരെ പോകുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക? ഈ 5 എന്നുള്ളത് 6 ആക്കി നോക്കുക. അപ്പോൾ 20 ആവുന്നുണ്ടോ എന്ന് നോക്കുക. 7 ആക്കി നോക്കുക. അങ്ങനെ 20 ആകുമ്പം എന്ത് ചെയ്യുക? പവർ സപ്ലൈയിലെ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? വീണ്ടും റിയോസ്റ്റാറ്റ് തിരിച്ച് ഈ ഇനീഷ്യൽ പൊസിഷനിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഏത് ഡയോഡ് ചെയ്താലും ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ സെനർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എടുക്കുന്ന സെനർ 6.2 വോൾട്ടിൻ്റെ സെനർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ 6.2 വോൾട്ട് ഇട്ടു. ഫോർവേഡിന് പ്രശ്നമില്ല. നിങ്ങൾ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് 5 ആണ് നിങ്ങൾ ഇട്ടത്, അപ്പോൾ എന്തായാലും കറണ്ട് പോകത്തില്ല. അപ്പം നിങ്ങൾ എടുത്തിരിക്കുന്നത് 6 ആയതുകൊണ്ട് ഇപ്പോൾ ഒരു 7 വോൾട്ട് ഇട്ടാലേ എന്ത് ചെയ്യത്തുള്ളൂ? കറണ്ട് അതുവഴി പാസ് ചെയ്യാനേ തുടങ്ങത്തുള്ളൂ. അപ്പോൾ 7 വോൾട്ട് ഇട്ടിട്ട് മാക്സിമത്തിൽ എത്ര നോക്കുക. അപ്പോൾ 20 മില്ലി ആംബിയർ ആകുന്നില്ലെങ്കിൽ നിങ്ങൾ 8 ആക്കുക, 9 ആക്കുക. എന്തിന് ശേഷം എന്ത് ചെയ്യുക? അമ്മീറ്റർ റീഡിങ് നിങ്ങൾ മാറ്റുക.
ഓക്കെ, അപ്പോൾ കണക്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. പിന്നെ എപ്പോഴും ഈ ടാബുലർ കോളം വരയ്ക്കുമ്പോൾ വോൾട്ടേജ് കറണ്ട് എന്ന് മാർക്ക് ചെയ്യണം. എന്നിട്ട് കറണ്ട് 1 മില്ലി ആംപിയറിന് കറസ്പോണ്ടിങ് എത്ര വോൾട്ടാണ്, 2 മില്ലി ആംപിയറിന് കറസ്പോണ്ടിങ് എത്ര വോൾട്ടാണ്, 3 മില്ലി ആംപിയറിന് കറസ്പോണ്ടിങ് എത്ര വോൾട്ടാണ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എഴുതണം. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും രണ്ട് റീഡിങ് ഒരുപോലെ വരുവാണെങ്കിൽ നിങ്ങൾ റീഡിങ്ങിൻ്റെ അകത്തൊന്നും മാറ്റം വരുത്തണ്ട. പക്ഷെ പടം വരയ്ക്കുമ്പോൾ ഇപ്പം 2-നും 5.8, 3-ക്കും 5.8 അങ്ങനെയാണെങ്കിൽ 2-ൻ്റെ നിങ്ങൾ വരയ്ക്കണ്ട. ഏത് മാത്രം മതി, 3-ൻ്റെ മാത്രം പ്ലോട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ വരയ്ക്കുക. അവസാനം നിങ്ങൾക്ക് ഗ്രാഫ് കിട്ടും. ഗ്രാഫിൻ്റെ കാര്യം കൂടെ പറയാം ഞാൻ ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഗ്രാഫ് നിങ്ങൾക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ VA ക്യാരക്ടറിസ്റ്റിക്സ് ഫോർവേഡിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഗ്രാഫ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ എന്താണ്, ഇവിടെ നിങ്ങൾ ഓൺ എക്സ് ആക്സിസ്, അപ്പോൾ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ പ്രത്യേകം ഓർത്തോണം. ഇത് വരയ്ക്കുമ്പോൾ ഉടനെ ഇവിടെ നിങ്ങൾ മാർക്ക് ചെയ്യണം വോൾട്ടേജ് V, കറണ്ട് മില്ലി ആംപിയർ എന്ന് കൃത്യമായിട്ട് നിങ്ങൾ എഴുതണം. ഓക്കെ, അങ്ങനെ നിങ്ങൾ എഴുതിയതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. എന്നിട്ട് എന്ത് ചെയ്യണം, ഇപ്പോൾ ഇവിടെ ഞാൻ 0.1, 0.2, 0.3 അങ്ങനെ നിങ്ങൾ എടുക്കുന്ന വിചാരിക്കുക. 0.4 ഇവിടെ ഞാൻ 1, 2, 3, 4, 5 അങ്ങനെ ഇവിടെ വരെ 20 മില്ലി ആംപിയർ വരെ എടുക്കുന്ന വിചാരിക്കുക. അപ്പോൾ ഓൺ എക്സ് ആക്സിസ് 10 ഡിവിഷൻ ഈസ് ഈക്വൽ ടു 0.1 വോൾട്ട്. ഇനി ഓൺ വൈ ആക്സിസ് 10 ഡിവിഷൻ ഈസ് ഈക്വൽ ടു 1 മില്ലി ആംപിയർ. ഇത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതണം, അത് നിങ്ങൾ മറക്കരുത്. ഓക്കെ, പിന്നെ നിങ്ങൾ ഓർക്കേണ്ട എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് സ്റ്റാറ്റിക് റെസിസ്റ്റൻസും ഡൈനാമിക് റെസിസ്റ്റൻസും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഓക്കെ, എങ്ങനെയാണ് സ്റ്റാറ്റിക് റെസിസ്റ്റൻസും ഡൈനാമിക് റെസിസ്റ്റൻസും കണ്ടുപിടിക്കേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ എന്താണ്, സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് എപ്പോഴും നമ്മൾ കണ്ടുപിടിക്കുന്ന ഇതിലാണ് 10 മില്ലി ആംപിയറിനും ആണ് കണ്ടുപിടിക്കുക. അപ്പോൾ 10 മില്ലി ആംപിയറിൽ ഈ പോയിൻ്റ് എടുത്തു, 10 മില്ലി ആംപിയറിൻ്റെ പോയിൻ്റ് എടുത്തിട്ട് അവിടെ നിന്ന് ഒരു വര വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, താഴോട്ട് ഒരു വര വരച്ചു. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടി, ഒരു കറണ്ടും ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വോൾട്ടേജ് ഒരു 0.62 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ റീഡിങ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇപ്പോൾ റെസിസ്റ്റൻസിൻ്റെ എന്തായിരിക്കും, സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് എന്തായിരിക്കും, RDC ഈക്വൽ ടു എന്തായിരിക്കും, അവിടുത്തെ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ അവിടുത്തെ കറണ്ട്. വോൾട്ടേജ് എന്താണ് 0.62 ഡിവൈഡഡ് ബൈ അവിടുത്തെ കറണ്ട് എന്താണ് 10 മില്ലി ആംപിയർ അല്ലേ. അപ്പം ഇതിന് 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം 0.062 എന്ന് വരത്തില്ലേ, ഇൻറ്റു ഈ മില്ലി ആംപിയറിൻ്റെ 10⁻³ അല്ലേ, അത് മേളിൽ വരുമ്പോൾ എന്ത് വരും, 10�3 വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, 3 തവണ ചാടണം. അപ്പോൾ എന്ത് വരും, 62 ഓം നമുക്ക് കിട്ടി. മനസ്സിലായി പറഞ്ഞത്. അപ്പോൾ ഈ മില്ലി ആംപിയർ ഇത് മാറുന്ന കാര്യം ഓർത്തോണം. ഇല്ലേ എന്ത് വെച്ചാൽ നിങ്ങൾ 0.62 എന്ന് മാത്രം ആൻസർ എഴുതി പറ്റും. അപ്പോൾ ആൻസർ തെറ്റിപ്പോൾ അത്രയും ഓം എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യണം. ഓക്കെ, പിന്നെ ഉള്ളത് എന്താണ്, ഡൈനാമിക് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡൈനാമിക് റെസിസ്റ്റൻസിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, 2 പോയിൻറ്റ്സ് എടുക്കണം. ഇപ്പോൾ ഈ 10 മില്ലി ആംപിയറിൻ്റെ മുകളിലുള്ളൊരു പോയിൻറ്റും ഈ ഇതിന് താഴെയുള്ളൊരു പോയിൻറ്റും ഞാൻ എടുത്തു. ഇവിടെ നിന്ന് എന്ത് ചെയ്തു, 2 റീഡിങ്സ് എടുത്തു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞത് ഇത് 11 മില്ലി ആംപിയറിനും ഇത് 9 മില്ലി ആംപിയർ ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് 0.64 എന്നും ഇവിടെ നിങ്ങൾക്ക് 0.6 എന്നും കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, അവിടുത്തെ വോൾട്ടേജ്, അപ്പോൾ വോൾട്ടേജ് മൈനസ് ചെയ്യണം. അപ്പോൾ ഡൈനാമിക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ 0.64 മൈനസ് 0.6 ഡിവൈഡഡ് ബൈ 11 മൈനസ് 9 എന്താണ്, മില്ലി ആംപിയർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, 0.04 ഡിവൈഡഡ് ബൈ 2 മില്ലി ആംപിയർ. അപ്പോൾ 0.04നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.02 വരും. ഇനി മില്ലി ആംപിയർ മേളിൽ വരുമ്പോൾ എന്തോ വരും, 10⁻³ വരും. അപ്പോൾ 3 ചാട്ടം ചാടുമ്പോഴത്തേക്ക് ഉടനെ എങ്ങനെ വരും, 20 ഓം എന്ന് വരും. മനസ്സിലായി പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റാറ്റിക് റെസിസ്റ്റൻസും ഡൈനാമിക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത്. ഇത് 3 ഡയോഡിൽ ഇങ്ങനെ തന്നെയാണ്. PN ജംഗ്ഷൻ്റെ അകത്താണെങ്കിലും സെനറിൻ്റെ അകത്താണെങ്കിലും LED-ക്കകത്താണെങ്കിലും ഇതുപോലെ തന്നെയാണ്. പക്ഷേ LED-ക്കകത്ത് 0.6 എന്നൊക്കെയുള്ള വാല്യൂ മാറിയിട്ട് അവിടെ 1.8, 2.1, 2.2 എന്നൊക്കെ വരും. ഓരോ കളർ ഡയോഡിനും ഓരോന്നാണ്. ഇനി ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എങ്ങനെ, നീ വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വരയുടെ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു വര വരച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഏകദേശം ആ ഒരു സ്റ്റാർട്ടിങ് വോൾട്ടേജ് കിട്ടും. അപ്പോൾ സിലിക്കൺ ഡയോഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു 0.6 സംതിങ് കിട്ടും, അല്ലെങ്കിൽ സെനർ ഡയോഡ് ആണെങ്കിൽ ഒരു 0.6 ഫോർവേഡ് കിട്ടും. LED ഒക്കെ ആണെങ്കിൽ 1.8, 2.2 അങ്ങനത്തെ വോൾട്ടേജ് ഒക്കെ ആയിരിക്കും അവിടുത്തെ എന്ത് കിട്ടുന്നത്, റിസൾട്ടിൻ്റെ അകത്ത് അത് എഴുതിക്കോണം, അതായത് നീ വോൾട്ടേജ് എത്ര ആണ് എന്നുള്ളത്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. പിന്നെ സ്റ്റാറ്റിക്കും ഡൈനാമിക്കും ചെയ്യാനും പഠിച്ചല്ലോ. ഇനി അതിൻ്റെ അകത്ത് സെനർ ഡയോഡിൻ്റെ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സും കൂടെ ചെയ്യേണ്ട ഫിഗർ വരും. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, സെനറിൻ്റെ ഫോർവേഡ് ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സ് പോലെ സെനറിൻ്റെ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിൽ എന്ത് ചെയ്യുന്നു, കറണ്ട് ഇങ്ങനെ കൂടുന്നു.
മനസ്സിലായോ പറഞ്ഞേ? അപ്പം നിങ്ങൾ ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിൽ ചിലർ ഫിഗർ വരയ്ക്കുമ്പോൾ എന്നാ പറ്റുമെന്ന് അറിയാമോ? ഇത് ഇങ്ങനെ പോകുന്നതായിട്ട് തോന്നും. അതെന്നാ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ 6.1 6.2 6.3 6.4 അങ്ങനെ നിങ്ങൾ എടുക്കുമെന്ന് വിചാരിച്ചോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയേ പോകത്തുള്ളൂ. ഇനി നിങ്ങൾ 6ഉം 7ഉം 2 പോയിൻറ്റ്സ് എടുത്തുള്ളൂ. ഇപ്പോൾ 6.2ൻ്റെ സെനറാണ് നിങ്ങൾ എടുക്കുന്നെങ്കിലത്തെ കാര്യം പറഞ്ഞത്. അപ്പോൾ എന്ത് ഇതിങ്ങനെ വരത്തുള്ളൂ. 6.1 6.2 6.3 6.4 വോൾട്ടേജ് വേരി ചെയ്യുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നില്ല, അത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ എക്സ് ആക്സിസ് ഇവിടെ നിങ്ങൾ എങ്ങനെ വരച്ചാൽ മതി? 0.1 0.2 0.3 0.4 0.5 0.6 0.7 അങ്ങനെ മതി. 1 2 3 4 5 6 അങ്ങനെ ഇവിടം വരെ 20 മില്ലി ആംപിയർ വരെ. ഇവിടെ അതുപോലെ തന്നെ -1 -2 എന്ന് കാണിക്കണ്ട, എവിടം വരെ 20 മില്ലി ആംപിയർ വരെ. ഇവിടെ നിങ്ങൾ വോൾട്ടേജ് മാർക്ക് ചെയ്യുമ്പോൾ 1 2 3 4 എന്ന് മതി. അപ്പോൾ ഇവിടെ നിങ്ങൾ എഴുതേണ്ടത്, ഇവിടെ ഓൺ എക്സ് ആക്സിസ് എന്തോ എഴുതണം? 10 ഡിവിഷൻ ഈസ് ഈക്വൽ ടു ഇത്ര മില്ലി ആംപിയർ. എത്ര വോൾട്ടേജ് ആണ്? സോറി, 0.1 വോൾട്ട്. എപ്പോഴും ഓർത്തോണം, ആക്സിസ് വരയ്ക്കുമ്പം നിങ്ങൾ എന്തോ വരച്ചോണം? ഈ വോൾട്ടേജ്, കറണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്തോണം. ഓക്കെ, കറണ്ട്, മില്ലി ആംപിയർ, വോൾട്ടേജ്, വോൾട്ട്. അപ്പോൾ ഇവിടെ ഫോർവേഡ് ആയതുകൊണ്ട് VF എന്ന് കാണിച്ചു, ഫോർവേഡ് കറണ്ട് ആയതുകൊണ്ട് IF എന്ന് കാണിച്ചു, ഇവിടെ റിവേഴ്സ് ആയതുകൊണ്ട് IR എന്ന് കാണിച്ചു, ഇവിടെ റിവേഴ്സ് ആയതുകൊണ്ട് VR എന്ന് കാണിച്ചു. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ഓക്കെ അല്ലേ? അപ്പം അതിൻ്റെ അകത്ത് ഇവിടെ ഓൺ എക്സ് ആക്സിസും ഓൺ വൈ ആക്സിസും നിങ്ങൾ എഴുതണം. 10 ഡിവിഷൻ ഈസ് ഈക്വൽ ടു എത്ര എന്നുള്ളത് എഴുതണം. ഇപ്പോൾ ഇവിടെ 1 മില്ലി ആംപിയർ ആണ്. ഇവിടെ താഴെ അതുപോലെ തന്നെ എഴുതണം. ഇവിടെ വ്യത്യാസമില്ലേ? കാരണം ഇവിടെ നിങ്ങൾ എടുത്തേക്കുന്നത് എന്താണ്? 0.1 0.2 0.3 0.4 0.5 എന്ന് എടുത്തേക്കുന്നത്. ഇവിടെയോ 1 2 3 അങ്ങനെ എടുത്തേക്കുന്നത്. മനസ്സിലായോ പറഞ്ഞേ? അപ്പോൾ അത് നിങ്ങൾ വേരി ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ വേണം നിങ്ങൾ വരയ്ക്കാനായിട്ട്, സെനറിൻ്റെ കേസിൽ മാത്രം. ഓക്കെ, അപ്പോൾ സെനർ ഡയോഡ് കിട്ടുന്നവർ ഈ രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പോൾ സെനർ ഡയോഡ് ഓക്കെ ആയില്ലേ? ഇപ്പോൾ ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അകത്തിനും പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾ LED ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം. എന്താണ്? നീ വോൾട്ടേജ് ഓഫ് ബ്ലൂ LED, നീ വോൾട്ടേജ് ഓഫ് റെഡ് LED, നീ വോൾട്ടേജ് ഓഫ് അങ്ങനെ നിങ്ങൾ എഴുതണം. അതോടൊപ്പം തന്നെ സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് ഓഫ് ഇൻ LED, ഡൈനാമിക് റെസിസ്റ്റൻസ് ഓഫ് ബ്ലൂ LED, അങ്ങനെ റിസൾട്ടിൻ്റെ അകത്ത് ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വേണം. മനസ്സിലായോ പറഞ്ഞേ? അപ്പം ഇത് എപ്പോഴും ശ്രദ്ധിച്ചോണം. അപ്പം ഈ ഇത്തരം കാര്യങ്ങൾ ഓർത്തോണം ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, പിന്നെ നമുക്ക് ലാബിൻ്റെ അകത്ത് വരുന്നതാണ് റെക്ടിഫയർ. അപ്പോൾ അത് റെക്ടിഫയറിൻ്റെ അകത്ത് എന്തൊക്കെയുള്ള? നമുക്ക് ഹാഫ് വേവ് റെക്ടിഫയറും ഉണ്ട്, അതോടൊപ്പം തന്നെ ഫുൾ വേവ് റെക്ടിഫയറും ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? ഹാഫ് വേവ് റെക്ടിഫയർ. രണ്ടാമത്തേത് ഫുൾ വേവ് റെക്ടിഫയർ. അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം ഒന്നുമില്ല. സർക്യൂട്ട് ഡയഗ്രം സിമ്പിളാണ്. എന്ത് ചെയ്താൽ മതി? ആദ്യം എന്ത് ചെയ്യുന്നു? ഡിമ്മർ സ്റ്റാറ്റിൽ നിന്ന് നമ്മൾ ട്രാൻസ്ഫോമർ വഴി എന്ത് ചെയ്യുന്നു? നേരെ നമ്മൾ ഡയോഡിലേക്ക് കൊടുക്കുന്നു. പിന്നെ അവിടെ എന്ത് ചെയ്യുന്നു? ഒരു റെസിസ്റ്റൻസ് നമ്മൾ വെക്കുന്നു, R നമ്മൾ വെക്കുന്നു. ഇനി ഫിൽറ്ററും കൂടെ ഉള്ള കേസ് ആകുന്ന സമയത്ത് അപ്പോൾ 2 സർക്യൂട്ട് ഡയഗ്രം അങ്ങ് വരച്ചോ. അപ്പോൾ ഒന്നാമത്തെ സർക്യൂട്ട് ഡയഗ്രം വിത്തൗട്ട് ഫിൽറ്ററും രണ്ടാമത്തെ സർക്യൂട്ട് ഡയഗ്രം വിത്ത് ഫിൽറ്ററും ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ നിങ്ങളൊരു കപ്പാസിറ്ററും കൂടെ മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യേണ്ട റെസിസ്റ്റർ നിങ്ങൾ അതിൻ്റെ അകത്ത് എഴുതണം. നമ്മൾ എഴുതാതെ പോവല്ലേ. എന്താണ്? 1 കിലോ ഓം എന്ന് എഴുതണം. അതുപോലെ കപ്പാസിറ്റർ ആണെങ്കിൽ 100 മൈക്രോ ഫാരഡിൻ്റെ കപ്പാസിറ്റർ. ഈ കപ്പാസിറ്റർ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. എന്താണ്? ഒരു 63 വോൾട്ട് എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വലിയ റേഞ്ചുള്ള ഇത് വേണം നിങ്ങൾ എടുക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഡിമ്മർ സ്റ്റാറ്റിലോട്ടാണ് ഈ കണക്ഷൻ. ഡിമ്മർ സ്റ്റാറ്റിൻ്റെ പോസിറ്റീവും നെഗറ്റീവ് അല്ലെ ഒരു 2 പോയിൻറ്റ്സ് ഉണ്ട്. പോസിറ്റീവായിട്ട് എന്ന് വിളിക്കാൻ പറ്റത്തില്ല AC ആയതുകൊണ്ട്. അപ്പോൾ അതിലോട്ട് വേണം എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി നിങ്ങൾ കണക്ട് ചെയ്യാനായിട്ട്. ട്രാൻസ്ഫോമറിന് ബാക്കി 3 പോയിൻറ്റ്സ് ഉണ്ട്. നോർമലി നമ്മൾ ഈ ഒരു പോയിൻറ്റും നടുക്കത്തെ പോയിൻറ്റും എടുക്കുന്നത്. ഇൻ കേസ് നടുക്കത്തെ പോയിൻറ്റിൽ വയർ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെടുക്കുക? ഇത് ഇവിടുത്തെ എടുക്കുക. നടുക്കത്തെ വയർ ഉള്ളതാണെങ്കിൽ അത് തന്നെ എടുക്കുക. ഓക്കെ, അപ്പോൾ 2 നിങ്ങൾ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് നിങ്ങൾ ബ്രെഡ് ബോർഡിലേക്ക് നിങ്ങൾ കണക്ഷൻ കൊടുക്കുന്നു. ഒരിക്കലും ഡിമ്മർ സ്റ്റാറ്റിൽ നിന്ന് ഒരു വയർ ഇങ്ങോട്ട് കൊടുക്കരുത്. നിങ്ങൾ എപ്പോഴും ഓർത്തോണം ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിൽ നിന്ന് ഡയറക്റ്റ് വേണം കണക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ബ്രെഡ് ബോർഡ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബ്രെഡ് ബോർഡിലോട്ട് നിങ്ങൾ കണക്ഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്കൻഡറിയുടെ ഒരു പോയിന്റ് നിങ്ങളിവിടെ കണക്ട് ചെയ്തു. ഈ ഒരു പോയിന്റ് ഞാനിവിടെ
കണക്ട് ചെയ്തു. ഇപ്പോൾ ഈ ഒരു പോയിൻ്റ് ഇവിടെ കണക്ട് ചെയ്തു. പിന്നെ ഉള്ളത് ഈ പോയിൻ്റ് അല്ലേ, നടുക്കത്തെ പോയിൻ്റ് അല്ലേ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ കണക്ട് ചെയ്തു. അവിടെ എന്ത് വേണം വരാൻ? ഡയോഡിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്തു. ഇവിടെ ഡയോഡിനെ നെഗറ്റീവ് കണക്ട് ചെയ്തു. അവിടെ വേണം റെസിസ്റ്ററിൻ്റെ ഒരു വയർ എടുത്തിട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്തു. അപ്പം നമുക്ക് ഈ ഒരു വയർ ഇങ്ങോട്ടങ്ങ് മാറ്റി കുത്തിയാൽ മതി. ഇങ്ങോട്ടങ്ങ് കുത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക? സി ആറുടെ പോസിറ്റീവ് ഇവിടെ വെക്കുക, സി ആറുടെ നെഗറ്റീവ് ഇവിടെ വെക്കുക. സി ആറുടെ പോസിറ്റീവ് ഇവിടെ നിന്ന് മാറ്റി ഇവിടെ വെക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻപുട്ട് കിട്ടും. ഇവിടെ വെക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, കപ്പാസിറ്ററും കൂടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? റെസിസ്റ്ററിന് പാരലായിട്ട് തന്നെ ഒരു കപ്പാസിറ്ററും കൂടെ കണക്ട് ചെയ്താൽ മതി. ഇപ്പോൾ റെസിസ്റ്റർ ഇവിടെ രണ്ടും കണക്ട് ചെയ്തേക്ക്, കപ്പാസിറ്റർ അതിന് 2 പോയിൻറ്റ്സ് ആയിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഔട്ട്പുട്ടിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സി ആർ ഒയ്ക്കകത്ത് ഇങ്ങനെ കുഞ്ഞു ഡിവിഷൻസ് ഉണ്ട്. വലിയ ഡിവിഷന്, കുഞ്ഞു ഡിവിഷന്, വലിയ ഡിവിഷന്, അങ്ങനെ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പോയിൻ്റ് വരെയാണെന്ന് വിചാരിച്ചോ ഇതിൻ്റെ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ റീഡിങ് എടുക്കുന്നത്? എങ്ങനെയാണ്? ഇവിടം വരെ 1 ആണ്. പിന്നെ ഒരു കുഞ്ഞു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും 0.2 ആണ്. അപ്പോൾ 0.2, ഇത് 0.4. അപ്പോൾ 1.4 ഇൻറ്റു ഈ സി ആറോടെ വോൾട്ടേജ് പെർ ഡിവിഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടാണ് നോബ് കിടക്കുന്നത്? ഇപ്പോൾ 5 കിടക്കുന്നതെങ്കിൽ 1.4 ഇൻറ്റു 5. അപ്പോൾ അതായിരിക്കും നമ്മുടെ ഈ ഒരു പീക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞേ? ഓക്കെ, ഇതിവിടെ അതുപോലെ തന്നെ ഒരു കുഞ്ഞു ഡിവിഷൻ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പോൾ 1ൽ തന്നെ വന്നു എന്ന് വിചാരിക്കും. അപ്പോൾ 1 ഇൻറ്റു നിങ്ങളുടെ ടൈം പെർ ഡിവിഷൻ്റെ സ്കെയിൽ ഇവിടെ കിടക്കുന്ന നോക്കുക. അപ്പോൾ 1 മില്ലി സെക്കൻഡിലാണ് കിടക്കുന്നതെങ്കിൽ 1 മില്ലി സെക്കൻഡ്. അപ്പോൾ 1 മില്ലി സെക്കൻഡാണ് അതിൻ്റെ ടൈം പീരീഡ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഗ്രാഫ് നിങ്ങൾ വരയ്ക്കുക. ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ വരച്ചാൽ മതി? ഗ്രാഫ് പേപ്പർ എടുത്തിട്ട് ഇൻപുട്ട് നിങ്ങൾ വരച്ചു. ദെൻ ഔട്ട്പുട്ട് എങ്ങനെ വരുന്നത്? ഹാഫ് വേവ് ആണെങ്കിൽ പകുതി വെച്ച് ഇവിടെ ഇല്ല, ഈ ഒരു പോർഷനിലില്ല, ഈ ഒരു പോർഷനിലുണ്ട്. അപ്പം ഇങ്ങനെ നിങ്ങൾ വരയ്ക്കുക. എന്താ ഈ പീക്ക് എത്ര നിങ്ങൾ നോക്കുക. ഇപ്പോൾ 8 വോൾട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കുക. ഇവിടെ -8 എന്ന് മാർക്ക് ചെയ്യുക. ഇവിടെ എത്രയാണ് നിങ്ങളുടെ ടൈം പീരീഡ് വന്നേക്കുന്നത്. അപ്പം നമ്മൾ 50 ഹെർട്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് എവിടം വരെ വരാൻ പോകുന്നത്? 20 മില്ലി സെക്കൻഡ് ഒക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 10 മില്ലി സെക്കൻഡ്. അപ്പോൾ 20 മില്ലി സെക്കൻഡിന് അടുത്ത് വരും. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 50 ഹെർട്സ് അല്ലേ നമ്മുടെ ലൈനിൽ കൂടെ വരുന്ന ഫ്രീക്വൻസി. അപ്പോൾ 20 മില്ലി സെക്കൻഡ് ആയിരിക്കും അവിടെ വരുന്നത്. അപ്പോൾ ഇത് ഏകദേശം 10 മില്ലി സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്തോണം. ഓക്കെ, അപ്പോൾ ഇവിടെ അത് തന്നെ ആയിരിക്കും 10 മില്ലി സെക്കൻഡ്, ഇവിടെ 20 മില്ലി സെക്കൻഡ്, അങ്ങനെ ആയിരിക്കും. ഇനി ഈ പീക്ക് നിങ്ങൾക്ക് അറിയണം. അപ്പോൾ ഇത് 8ഉം -8ഉം കിട്ടിയത്. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾ സി ആർ ഒയിൽ എടുത്ത് നോക്കുക. അപ്പോൾ ഏകദേശം 8നേക്കാളും കുറച്ച് കുറവായിരിക്കും. ഒരു 7.3 ഒക്കെ വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയോഡിൻ്റെ 0.6 കുറയ്ക്കത്തില്ലേ? അതായത് ഡയോഡിൻ്റെ 0.6 കൊണ്ട് കുറച്ചിട്ട് ഒരു 7.3 സംതിങ് വോൾട്ട് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വരാൻ പോകുന്നത്. ഓക്കെ, ദെൻ കപ്പാസിറ്റർ നിങ്ങൾ കപ്പാസിറ്ററും കൂടെ കണക്ട് ചെയ്തിട്ട് ഫിൽറ്ററും കൂടെ ചെയ്യുന്ന കേസിലാണെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ആദ്യം ഇത് തന്നെ വരയ്ക്കുക വീണ്ടും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഈ മാക്സിമം പോയിൻ്റ് എത്രയാണ്, മിനിമം പോയിൻ്റ് എത്രയാണെന്ന് സി ആർ ഒയിൽ നോക്കിയിട്ട് അത് വേണം നിങ്ങൾ എടുക്കാൻ. അതോടൊപ്പം തന്നെ ഇവിടെ നിങ്ങൾ എന്ത് എഴുതണം? ഓൺ എക്സ് ആക്സിസ് 10 ഡിവിഷൻ ഈസ് ഈക്വൽ ടു എത്ര മില്ലി സെക്കൻഡാണ്? ഓൺ വൈ ആക്സിസ് 10 ഡിവിഷൻ ഈസ് ഈക്വൽ ടു എത്ര മില്ലി സെക്കൻഡാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതണം. അപ്പം നിങ്ങളിവിടെ 8ലാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേണം അടുത്തതെല്ലാം വരയ്ക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫിൻ്റെ അകത്ത് ഇപ്പോൾ ഈ 2 പോയിൻറ്റ്സ് വലിയ പോയിൻറ്റ്സിന് വേണമെങ്കിൽ 8 ആയിട്ട് നിങ്ങൾക്ക് അങ്ങ് എടുക്കാം. അപ്പോൾ 10 ഡിവിഷൻ എത്ര വരും? 4 വരും. അപ്പോൾ അടുത്തത് വരയ്ക്കുമ്പോൾ ആ രീതി വേണം ചെയ്യാനായിട്ട്. ചിലർ ഇത് 10 ആയിട്ട് അങ്ങ് എടുക്കും. അപ്പോൾ 8 എന്ന് പറയുമ്പോൾ കുറച്ച് താത്ത് വേണം വരയ്ക്കാം. അപ്പോൾ നിങ്ങളത് നോക്കിയെടുക്കുക. അപ്പോൾ 8 ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. 10 എടുക്കണം, അങ്ങനെ 20 എടുക്കണം, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. 8 ആയിട്ട് നിങ്ങൾ ആദ്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് താഴ്ത്തി വേണം എന്ത് വരയ്ക്കാനായിട്ട്? ഔട്ട്പുട്ട് വരയ്ക്കാനായിട്ട്, ആ ഒരു ഡയോഡിനെ ക്രോസ് പോകുന്നത് കൊണ്ട്. ഓക്കെ, ഇത് മൂന്നും മനസ്സിലായല്ലോ. ഇതുപോലെ തന്നെയാണ് ഫുൾ വേവ് റെക്ടിഫയർ. ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ അകത്ത് എന്ത് ചെയ്താൽ മതി? ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, അത് ഓർത്താൽ മതി. അപ്പോൾ എന്താണ്? നിങ്ങൾ ഇവിടെ ഡോട്ടായിട്ട് ഇവിടെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വേണം വരയ്ക്കാനായിട്ട്. അപ്പം ഇങ്ങനെ നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾ ഈ ഔട്ട്പുട്ടിൻ്റെ എന്ത് നോക്കിയേക്കണം? ഇൻപുട്ടിൻ്റെ എന്ത് നോക്കിയേക്കണം? ഈ പീക്ക് എത്ര നോക്കിയേക്കണം. അപ്പോൾ അതിന് ഞാൻ VM എന്നങ്ങ് എടുക്കുക, 8 വോൾട്ട്. ഔട്ട്പുട്ടിൻ്റെ അല്ല, ഇൻപുട്ടിൻ്റെ പീക്ക്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്? ഇതിൻ്റെ റിപ്പിൾ ഫാക്ടർ കണ്ടുപിടിക്കുക. അപ്പോൾ റിപ്പിൾ ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തു? VM, ദെൻ VDC, പിന്നെ VAC, ദെൻ റിപ്പിൾ ഫാക്ടർ, ഇങ്ങനെ 3 കോളം വരച്ചു. എന്നിട്ട് VM ഇപ്പോൾ എത്രയാണ്? 8 വോൾട്ട്. ഇനി VDCയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് VM/π. VACയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് VM/2. ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ കേസാണ് ഈ പറയുന്നത്. ദെൻ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് √VAC/VDC² -1.
അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് എത്ര കിട്ടും? ഹാഫ് വേവ് റെക്ടിഫയർ ആണെങ്കിൽ 1.21 കിട്ടും. ഇനി നിങ്ങൾ ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ വി എം അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രയാണ് ഔട്ട്പുട്ട് കിട്ടിയത്? ദെൻ ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ് VM/2VM/π വരും. ഇവിടെ എന്ത് വരും? VM/√2 വരും. ഇവിടെ ഇക്വേഷൻ സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എത്ര കിട്ടും? 0.48 നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുക? റിപ്പിൾ ഫാക്ടറും കൂടെ കണ്ടുപിടിച്ച് വെക്കുക. അപ്പോൾ ഔട്ട്പുട്ട് എഴുതുമ്പോൾ ഉടനെ നിങ്ങൾ എന്ത് എഴുതുക? പ്ലോട്ടഡ് ദി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേവ് ഫോംസിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ എന്ത് എഴുതണം? റിപ്പിൾ ഫാക്ടർ 1.21 ആണ്, റിപ്പിൾ ഫാക്ടർ 0.48 ആണെന്നുള്ളതും നിങ്ങൾ എഴുതണം. ഇത്തരം കാര്യങ്ങളാണ് ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്തെഴുതുക? സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോൾ 2 സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. ഒന്നെന്താണ് വിത്ത് ഫിൽറ്ററും, രണ്ടെന്ന് പറയുന്നത് വിത്തൗട്ട് ഫിൽറ്റർ എന്നും പറഞ്ഞ് എഴുതുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? കണക്ഷൻസ് നിങ്ങൾ ബ്രെഡ് ബോർഡിൽ കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഗ്രാഫ് നിങ്ങൾ വരയ്ക്കുക. ഗ്രാഫ് വരയ്ക്കാൻ പ്രയാസമൊന്നുമില്ല. ഹാഫ് വേവ് ആണെങ്കിൽ എന്ത് വരച്ചാൽ മതി? ഹാഫ് വേവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ മാത്രം മതി? ഇവിടെ മതി. മനസ്സിലായോ പറഞ്ഞേ? ഇല്ല, ഇതിന് ഫുൾ വേവ് ആണെങ്കിൽ എന്ത് വരയ്ക്കണം? ഈ വരയ്ക്കണം. ഫിൽറ്ററിൻ്റെ ഇതാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ സെയിം സാധനം തന്നെ ഡോട്ടഡായിട്ട് താഴെ വരയ്ക്കണം. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടം വരെ പീക്കുണ്ട്. പിന്നെ എന്ത് ചെയ്യും? ഇങ്ങനെ ചാർജിങ് ഡിസ്ചാർജിങ്. ഇവിടെ അതുപോലെ തന്നെ ഡോട്ടഡായിട്ട് വരച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ചാർജിങ് ഡിസ്ചാർജ് ഇങ്ങനെ വരച്ചാൽ മതി. ഓക്കെ, അപ്പം ഇത്രയാണ് ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ അകത്ത് ഓർക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ 2 എളുപ്പമുള്ള സാധനങ്ങളാണ്. എന്തൊക്കെയാണ്? ക്ലിപ്പറും അതുപോലെ തന്നെ ക്ലാമ്പറും. ഇപ്പോൾ ക്ലിപ്പറും ക്ലാമ്പറിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറയുമ്പം ഓർക്കാൻ എളുപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പോസിറ്റീവ് ക്ലിപ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളവിടെ യൂസ് ചെയ്യുന്നത് ഫംഗ്ഷൻ ജനറേറ്റർ ആണ്. അപ്പോൾ ഫംഗ്ഷൻ ജനറേറ്റർ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? 10 വോൾട്ട് പീക്ക് ടു പീക്ക് നിങ്ങൾ സെറ്റ് ചെയ്തു. 10 വോൾട്ട് പീക്ക് ടു പീക്ക് എന്ന് വെച്ചാൽ ഓർത്തോളം എന്താണ്? മേലോട്ട് +5, താഴോട്ട് -5. ഓക്കെ, അത് നിങ്ങൾ എങ്ങോട്ട് കണക്ട് ചെയ്തു? 3.3K കിലോ ഓം. പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ ആയിരിക്കും. നെഗറ്റീവ് ക്ലിപ്പർ ആണെന്നുണ്ടെങ്കിലോ നിങ്ങൾ ഇതേപോലെ തന്നെ ഇത് കണക്ഷൻ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ക്ലിപ്പറാണ്. അപ്പോൾ അതിന് ഓർത്താൽ മതി, നെഗറ്റീവ് ക്ലിപ്പർ എന്ന് പറയുമ്പോൾ നെഗറ്റീവാണ് ആദ്യം വരുന്നത്, പോസിറ്റീവ് രണ്ടാമത് വരുന്നത്. ഓക്കെ, ഇനി ബയാസ്ഡ് ക്ലിപ്പർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ തന്നെ നിങ്ങൾ എന്തോ കണക്ഷൻ കൂടെ കൊടുക്കണം. ഒരു പോസിറ്റീവ് നെഗറ്റീവ്, ഇവിടെ തിരിച്ച് നെഗറ്റീവ് പോസിറ്റീവ്. അപ്പം ബയാസ്ഡ് പോസിറ്റീവായി, ബയാസ്ഡ് നെഗറ്റീവായി. അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ബ്രെഡ് ബോർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾ കണക്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഇവിടെ വല്ല ഫംഗ്ഷൻ ജനറേറ്ററിൻ്റെ പോസിറ്റീവ് കൊടുക്കുക, ഫംഗ്ഷൻ്റെ നെഗറ്റീവ് കൊടുക്കുക. അവിടെ നിങ്ങൾ എന്തോ കണക്ട് ചെയ്യുക? റെസിസ്റ്ററിൻ്റെ ഒരു പോയിന്റ് കണക്ട് ചെയ്യുക, റെസിസ്റ്ററിൻ്റെ മറ്റേ പോയിന്റ് ഇവിടെ കണക്ട് ചെയ്യുക, ഡയോഡിൻ്റെ പോസിറ്റീവ് ഇവിടെ കണക്ട് ചെയ്യുക, ഡയോഡിൻ്റെ നെഗറ്റീവ് ഇവിടെ കണക്ട് ചെയ്യുക. അപ്പോൾ ഈ പോയിന്റ് എടുത്തിട്ട് എങ്ങോട്ട് മാറ്റി കുത്തുക? ഇങ്ങോട്ടും കുത്തുക. ഇനി CROയുടെ നെഗറ്റീവും ഇവിടെ തന്നെ കൊടുക്കുക. CROയുടെ പോസിറ്റീവ് ഇവിടെ കൊണ്ടുവെക്കുകയാണെങ്കിൽ നമുക്ക് ഇൻപുട്ട് കാണാം. CROയുടെ പോസിറ്റീവ് ഇവിടെ കൊണ്ടുവെക്കുകയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കാണാം. ഇത്രയേ ഉള്ളൂ. ഇനി ബയാസിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ബയാസ്ഡിനകത്ത് ഇതേപോലെ തന്നെ CRO ഇതെല്ലാം കണക്ട് ചെയ്യുക. ഫംഗ്ഷൻ ജനറേറ്ററിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്തു, റെസിസ്റ്ററിൻ്റെ പോയിന്റ് കണക്ട് ചെയ്തു, റെസിസ്റ്ററിൻ്റെ മറ്റേ പോയിന്റ് ഇവിടെ കണക്ട് ചെയ്തു. അതിനുശേഷം എന്ത്? റെസിസ്റ്ററിൻ്റെ താഴത്തെ പോയിന്റ് ഞാൻ ഇവിടെ കണക്ട് ചെയ്തു. ഇനി നമ്മുടെ പവർ സപ്ലൈയുടെ പോസിറ്റീവ് ഇവിടെ വേണം കണക്ട് ചെയ്യാൻ. ഇനി നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവാണ് കണക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ CROയുടെ നെഗറ്റീവും ഫംഗ്ഷൻ ജനറേറ്ററിൻ്റെ നെഗറ്റീവും ഈ പറയുന്ന പവർ സപ്ലൈയുടെ നെഗറ്റീവ് എല്ലാം ഈ താഴത്തെ ഏതെങ്കിലും ഒരു പോയിന്റ് വേണം സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി CROയുടെ പോസിറ്റീവ് ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് നമുക്ക് ഇൻപുട്ട് കാണാം. CROയുടെ പോസിറ്റീവ് ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കാണാം. ഓക്കെ, അത്രേ ഉള്ളൂ ക്ലിപ്പറിൻ്റെ അകത്ത്. ബയാസ്ഡ് ക്ലിപ്പറിൻ്റെ അകത്ത് അത്രയും കാര്യങ്ങൾ ഓർത്താൽ മതി. ഇനി ഇതിൻ്റെ റീഡിങ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ +5 വോൾട്ട് -5 വോൾട്ട് 1 kHz ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇത് 0.5 മില്ലി സെക്കൻഡ്, ഇത് 1 മില്ലി സെക്കൻഡ് ആയിരിക്കും. ഇനി ക്ലിപ്പർ എന്ന് പറയുമ്പോൾ എന്താ ഓർക്കണ്ടേ? നിങ്ങൾ സൂം ചെയ്ത് വേണം നോക്കാനായിട്ട്. പിന്നെ പോസിറ്റീവ് ഭാഗത്തെ ക്ലിപ്പ് ചെയ്ത് പോയി. ഇനി ഇവിടെ ഇച്ചിരി ഒരു ചെറിയ പോർഷൻ ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഗ്രൗണ്ട് CROയ്ക്കകത്ത് ഇങ്ങനെ ആ സ്ട്രെയിറ്റ് ലൈൻ വന്നതിന് ശേഷം ഗ്രൗണ്ട് പ്രസ് ചെയ്ത് നിങ്ങൾ ഈ ഒരു പോയിന്റ് കൊണ്ടെത്തിയതിന് ശേഷം ഗ്രൗണ്ട് റിലീസ് ചെയ്യുക. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ കാണത്തുള്ളൂ. അപ്പം നിങ്ങൾ സൂം ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഈ മുകളിലോട്ടുണ്ടെന്നുള്ളത്, ഇത്ര ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 0.2 ഇടുമ്പോൾ ഉടനെ ഒരു 3 വരയോളം വരും.
1 2 3 എന്ന് പറഞ്ഞാൽ വലിയ വര. അപ്പം 3 വരെ ആകുമ്പോൾ 3 ഇൻറ്റു 0.2 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 0.6 വോൾട്ട് മുകളിലോട്ട് വരും. ഇനി തിരിച്ചാണെങ്കിൽ തിരിച്ചതുപോലെ തന്നെ ഇങ്ങനെ മേളിൽ വന്നു, ഇവിടെ എന്താ താഴോട്ട് ഇച്ചിരി ഉണ്ട്. ഇനി ബയാസ്റ്റാ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ എന്താ ഒരു 3 വോൾട്ട് നിങ്ങൾ കൊടുക്കണം. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 3 വോൾട്ട് നിങ്ങൾ കൊടുക്കണം അല്ലേ. അത് നിങ്ങൾ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്തോണം 3 വോൾട്ട് കിട്ടുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തേക്കണം. അപ്പോൾ ഒരു മൾട്ടിമീറ്റർ ആ സമയത്തൊന്ന് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ 0.6 എന്നുള്ളത് മാറിയിട്ട് എവിടം വരെ വരും, 3.6 വരും. ഇവിടെ മാറിയിട്ട് എത്ര വരും, ഒരു -3.6 എന്ന് വരും. അത്രേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കും. ഇവിടെ നിങ്ങൾ ഓർത്തോണം, ഓൺ എക്സ് ആക്സിസും ഓൺ വൈ ആക്സിസും നിങ്ങൾ എഴുതണം. ഇപ്പോൾ ഓൺ എക്സ് ആക്സിസ് ഇവിടെ 10 ഡിവിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ വരച്ചേക്കെന്ന് വെച്ചാൽ അതുപോലെ ഇവിടെ നിങ്ങൾ എഴുതിക്കോണം. ഓക്കെ, അത് നിങ്ങൾ മറക്കല്ലേ. അപ്പം അതുപോലെ തന്നെ ഈ ഹെഡിങ്സ് കൊടുക്കണം. എന്താണ് ഇൻപുട്ട്, എന്താണ് ഔട്ട്പുട്ട്, എന്താണ് ഔട്ട്പുട്ട് ഓഫ് പോസിറ്റീവ് ക്ലിപ്പർ, ഔട്ട്പുട്ട് ഓഫ് നെഗറ്റീവ് ക്ലിപ്പർ എന്ന് കൃത്യമായിട്ട് നിങ്ങൾ എഴുതണം. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ക്ലിപ്പറിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ക്ലിപ്പറിൻ്റെ അകത്ത് ഈ ബയാസ്ഡ് ചെയ്യുന്ന സമയത്ത് ഓർത്താൽ മതി, പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ നെഗറ്റീവ് നിങ്ങൾ പവർ സപ്ലൈയുടെ എടുത്തിട്ട് നെഗറ്റീവ് കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ബ്രെഡ് ബോർഡിൻ്റെ ഈ ഒരു പോർഷൻ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുവാണെങ്കിൽ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ക്ലിപ്പറിൻ്റെ അകത്ത്. ഇനി ക്ലാമ്പറിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലാമ്പർ ഓർക്കാനുള്ള എളുപ്പമാർഗ്ഗം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പോസിറ്റീവ് ക്ലാമ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫംഗ്ഷൻ ജനറേറ്റർ എടുത്തു, പോസിറ്റീവ് നെഗറ്റീവ് കണക്ട് ചെയ്തു. പോസിറ്റീവ് ക്ലാമ്പറാണ്, നെഗറ്റീവിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അതായത് ഇപ്പോൾ കപ്പാസിറ്ററും ഡയോഡുമാണ് നമുക്കുള്ളത്. അപ്പോൾ എന്താണ് കപ്പാസിറ്റർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് പോസിറ്റീവ് ക്ലാമ്പറാണെങ്കിൽ നെഗറ്റീവിലല്ലേ. അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ്, അപ്പോൾ ഇവിടെ എന്ത് തന്നെ വരേണ്ടത്, നെഗറ്റീവ് പോസിറ്റീവ്. എളുപ്പമാർഗ്ഗം അതാണ്, പോസിറ്റീവ് ക്ലാമ്പറിൻ്റെ അകത്തെ എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, നെഗറ്റീവ് ക്ലാമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, നിങ്ങൾ ഫംഗ്ഷൻ ജനറേറ്റർ പോസിറ്റീവ് നെഗറ്റീവ് തന്നെ. ഇവിടെ ഇപ്പോൾ കപ്പാസിറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, നെഗറ്റീവ് ക്ലാമ്പർ ആണെങ്കിൽ പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു എളുപ്പമാർഗ്ഗം ഉണ്ട്, അത് ഓർത്ത് വെച്ചേക്കണം. ഇനി ഇതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇപ്പം നിങ്ങൾ ഇൻപുട്ട് എന്താണ് +5 വോൾട്ട് -5 വോൾട്ട് 0.5 മില്ലി സെക്കൻഡ് 1 മില്ലി സെക്കൻഡ് ഒക്കെ നിങ്ങൾ ചെയ്തു. ഇനി ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് എങ്ങനെയായിരിക്കും കിട്ടുന്നത്, നിങ്ങൾ CROയിൽ നോക്കുമ്പോൾ തന്നെ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ക്ലാമ്പ് ചെയ്ത്. പക്ഷേ നിങ്ങൾ സൂം ചെയ്ത് നോക്കുമ്പോൾ ഇത് ഇച്ചിരി ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ എന്താണ് ഇച്ചിരിയും കൂടെ ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 0.6 വരെ ഉണ്ട്. അപ്പോൾ മൊത്തം 10 അല്ലേ, ഈ മേളിയും താഴെ വരെ 10 അല്ലേ. അപ്പോൾ താഴോട്ട് ഇത് 0.6 ഉണ്ടെങ്കിൽ താഴത്തെ എത്ര ആയിരിക്കും, ഒരു 9.3 വോൾട്ട് ആയിരിക്കും മൈനസ്. ഓക്കെ, തിരിച്ചാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, സൂം ചെയ്ത് നോക്കണം. നിങ്ങൾ നോക്കുമ്പോൾ CROയിൽ നോക്കുമ്പോൾ ഇങ്ങനെ കാണത്തുള്ളൂ. ഇനി നിങ്ങൾ ഗ്രൗണ്ട് പ്രസ് ചെയ്ത് നടുക്കാക്കിയിട്ട് ഗ്രൗണ്ട് റിലീസ് ചെയ്തിട്ട് നിങ്ങൾ സൂം ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് ഇച്ചിരിയും കൂടെ ഉണ്ടെന്ന്. കാരണം തീരെ ചെറിയത്. അപ്പോൾ ഒരു 0.6 വോൾട്ട് താഴോട്ടുണ്ട്. അപ്പോൾ മുകളിലോട്ട് എത്ര കാണും, 9.3 പ്ലസ്, അപ്പോൾ ഇത് -0.6. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം ലാബ് എക്സാമിൻ്റെ അകത്ത്. അപ്പോൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ട് തിയറിയൊക്കെ നല്ലപോലെ പഠിച്ച് സർക്യൂട്ട് ഡയഗ്രം ഒക്കെ കൃത്യമായിട്ട് വരച്ച് നന്നായിട്ട് പഠിച്ചിട്ട് വേണം ലാബ് എക്സാമിന് വരാനായിട്ട്. ഓക്കെ, താങ്ക് യു.